നിങ്ങളിൽ നിന്നും അകന്നുപോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ്. റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ റീഡിങ് കുറച്ച് ഒരു ഇതുള്ളതാണ്. കറൻ്റ്ലി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ കറണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അവർ കംഫർട്ടബിലിറ്റി, അതായത് ഇന്നത്തെ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഒരു ദിവസമായിട്ട് എടുക്കുക ഈ ഒരു എനർജി റീഡിങ്. നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടാരറ്റ് കാർഡ് എന്ന് പറയുന്നത് എനർജി റീഡിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ആ ഒരു അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കംഫർട്ട് സോണിലായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഫ്രീഡം ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഡിറ്റാച്ച്മെൻറ്റ്, നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈഗോ പേഴ്സണാലിറ്റി ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ആ ഒരു പെട്ടെന്ന് കിട്ടിയിട്ടുള്ളൊരു എന്തോ ഒരു ഹാപ്പിനെസ് ആണ്. എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്ഷനോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ഫ്ലേട്ടിങ് രീതിയിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ട്. അവരിലൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് വെറും ഈ ഒരു സമയത്തിൻ്റെ ചാഞ്ചല്യം മാത്രമാണ്. നിങ്ങളത് കാര്യമാക്കണ്ട. കാരണം ഇത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആയിട്ടൊന്നും അവരെ കൂടെ ഉണ്ടാവില്ല. അവരുടെ കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പക്ഷേ തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ സംസാരിക്കുന്നുണ്ട്, പുതിയൊരാളെ കിട്ടി, സംസാരം അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു കാര്യത്തിന് മാത്രം വന്നിട്ടുള്ളതാണ്. അത് ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ വിത്തിൻ 3 days or 4 days അവരവരുടെ പാട് നോക്കി പോകും. പക്ഷേ നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നതിലും ഒരു ഇതിൽ കംഫർട്ടായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഇത് മനസ്സുകൊണ്ട് നിൽക്കുന്നില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ദർ ഇസ് എ ഡിസിഷൻ ടു വേ. അവർ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇത് ഫെമിനൈൻ എനർജിയും കൂടുതലായിട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാടുണ്ടെന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു സെപ്പറേഷൻ സ്റ്റേജ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. അത് ആ ഒരു എനർജി വളരെയധികം, തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ആ ഒരു തേർഡ് പാർട്ടി അധികകാലം നിൽക്കില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ അകന്നു പോകുന്നതായിരിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ വല്ല തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ അത് യൂണിവേഴ്സായിട്ട് അകറ്റി തരുമെന്നാണ് കാണിക്കുന്നത്. അവർ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. എനിക്ക് ഇതിൽ എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ പോവാനായിട്ട് തിരിച്ചു വരണമെന്ന് ഇത്രയും നാളോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു റീഡിങ്ങിൽ പെട്ടെന്ന് ആൾക്ക് എവിടെന്നോ ഒരു കൂട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു പുതിയൊരു കണക്ഷൻ എന്നൊന്നും പറയുന്നില്ല, പെട്ടെന്നൊരു കോണ്ടാക്റ്റ് കിട്ടിയപ്പോൾ ആളതിൽ ഒന്ന് സ്റ്റക്ക് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കണില്ല. ആളുടെ മനസ്സുകൊണ്ടാണെങ്കിലും ആൾ ഓക്കെ ഫ്രീഡം ഉണ്ട്, കൊള്ളാം, ഇതിലൊന്ന് പിടിച്ചു നിന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഫെയിലായി ആ റിലേഷൻഷിപ്പിൻ്റെ ഹാങ് ഓവറിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ആവണം, ഈ ഒരു വിഷമഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചാടിപ്പോരണമെന്ന് ആലോചിക്കുമ്പോൾ കുറേ പേരൊക്കെ അവരവരുടെ ഫ്രണ്ട്സായിട്ടോ റിലേറ്റീവ്സൊക്കെ ആയിട്ട് സംസാരിക്കുക, ഒന്ന് ടൈം വേറെ രീതിയിലേക്ക് സ്പെൻഡിങ് ആക്കുക. അപ്പോൾ കുറേയൊക്കെ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മകളൊക്കെ മാറാനായിട്ട് നിൽക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതായിട്ടാണ് ഇതിൽ കൂടുതലും കാണുന്നത്. നിങ്ങളെ മറക്കണമെങ്കിൽ വേറൊരു ഇതിലേക്ക് ആൾക്ക് തിരിയണം. എങ്കിൽ മാത്രമേ നിങ്ങളെ മറക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ആൾക്ക് മറക്കാനായിട്ട് തീരെയും പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട്. ഇത്രയും നാൾ ഇന്നലെ വരെ നിങ്ങളെ കൊണ്ട് ആൾക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് വേറൊരു ഇതിലേക്ക് കടക്കാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു കറണ്ട് എനർജിയിൽ കംഫർട്ടാണ്. പക്ഷെ നാളെ അത് ഓക്കെ ആവില്ല. നാളത്തെ ഇതിൽ ഡിസിഷൻസ് അത് 2 way റോഡാണ് കാണിക്കുന്നത്. എനിക്കിത് പറ്റുന്നില്ല, എനിക്കെൻ്റെ നിങ്ങളെ തന്നെ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് നാളെ എത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ 2 way റോഡ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആള് വീണ്ടും ഡിസിഷനിലേക്ക് പോവുകയാണ്. ഈഗോ നന്നായിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളൊരു ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ഇതിലേക്ക് ഇനി തിരിച്ചു വരാനായിട്ട് എന്താ പറയുക, ഈഗോ കിടന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. അവരായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ വില പോകും, അതാണ് ഇതാണ്, പിന്നെ ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് എപ്പോഴും പോകാം, ഞാൻ തന്നെ തിരിച്ചു പോകേണ്ടി വരും, അവരായിട്ട് ഇങ്ങോട്ട് വരില്ല, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് ഗതികളിലാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു ആളുമായിട്ടൊരു കോണ്ടാക്റ്റിലായപ്പോൾ ഇതൊരിക്കലും ഒരു അവരുടെ ഒരു പ്രൊഫഷൻ രീതിയിൽ വന്നിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആളുമായിട്ടൊരു ഇതിൽ വന്നപ്പോൾ ജസ്റ്റ് എന്താ പറയുക, പാസ്റ്റിലത്തെ കുറേ പെയിൻ അങ്ങോട്ട് പെട്ടെന്ന് മറന്ന് ഒരു ന്യൂ ഫ്രണ്ട് അല്ലെങ്കിൽ ന്യൂ ഫ്രീഡം അങ്ങനെയൊക്കെ ആൾ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു എനർജിയിൽ. പക്ഷേ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞൊരു 24 hours കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഒരു 24 hours അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അവരതിൽ ഇങ്ങനെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തൊരു 24 hours അവർക്ക് പറ്റുന്നില്ല. ആരൊക്കെ എന്തൊക്കെ വന്നു പോയാലും നിങ്ങളാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ്. വേറൊരു ഇതിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട് ഹോണ്ടിങ് അവിടെ വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് അവിടെ ഒരു ഹാപ്പിനെസ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്ന പോലെ അവർക്ക് ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. ആദ്യം ഒരു ഇതിലെടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആള് തന്നെ അവിടെ നിന്ന് മാറി മാറി നിൽക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഇനി കമ്മിങ് അടുത്തൊരു 42 hours അവർക്ക് നിങ്ങളുമായിട്ട് വരാനായിട്ട് വളരെയധികം ആഗ്രഹം, തിരിച്ചു വരാനുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. ഇപ്പോൾ ഓൺഗോയിങ് സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ കിട്ടിയത്. വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ, ആ ഒരു സമയത്ത് വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ വളരെയധികം ട്രിഗർ ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവോയ്ഡൻസ് അവർ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ അവോയ്ഡ് ചെയ്യുമെന്നാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇഷ്യൂ വളരെയധികം ഉണ്ടായിരുന്നെങ്കിൽ അവരത് അവോയ്ഡ് ചെയ്യുമെന്നാണ്. തേർഡ് പാർട്ടിയെ നിങ്ങളെ പേഴ്സൺ തന്നെ ആയിട്ട് അവോയ്ഡ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഹീലിംഗ്, ഒരുപാട് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ടോറസ്, വിഗ്രോ, കാപ്രിക്കോൺ എനർജീസ് ഇവിടെ വളരെയധികം നിൽക്കുന്നുണ്ട്. എയ്സ് ആണ് വന്നിട്ടുള്ളത്. സെൽഫ് വർത്ത് വന്നിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻസ് അധികമാണ് ഈ ഒരു ഇതിൽ. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എഗെയിൻ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് നിങ്ങളിപ്പോൾ ഓൺഗോയിങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ അടുത്ത 48 മണിക്കൂർ കഴിഞ്ഞാൽ ചിന്തിച്ച് തുടങ്ങും വീണ്ടും, എനിക്ക് വേണം, എനിക്കിത് പറ്റുന്നില്ല, വേറൊരാളുമായിട്ട് എനിക്ക് ഇവിടെ പറ്റുന്നില്ല. കെമിസ്ട്രി, അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുമായിട്ടും നമുക്കൊരു കെമിസ്ട്രി അവിടെ ഉണ്ടാവണം എന്നില്ല. നിങ്ങളുമായിട്ട് ഒരു പ്രത്യേക കെമിസ്ട്രി ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, പാഷൻ കെമിസ്ട്രി. ഇപ്പോൾ ഉള്ളൊരു തേർഡ് പാർട്ടിയുമായിട്ട് ഇവരുടെ ആയിട്ടുള്ളൊരു സിങ്ക് അവിടെ കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കെമിസ്ട്രി അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർ ട്രൈ ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിന്നും ഒന്ന് മാറാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. പക്ഷെ അതിലും അദ്ദേഹത്തിന് ഫെയിൽ ആണ് കാണിക്കുന്നത്.